നമുക്കിന്ന് കപ്പ ഒരു വെറൈറ്റി രീതിയിൽ വെക്കാം. ആദ്യം തന്നെ ഞാനിതാ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അപ്പോഴേക്കും ഞാൻ ചീര അരിയാൻ പോയിരുന്നു. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ചീരയാണ്. നമ്മളെ കപ്പ പോയൊക്കെ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെയുള്ള സംഭവങ്ങളാണ്. അപ്പോഴേക്കും ഞാൻ ചീര അരിഞ്ഞ് സെറ്റാക്കി. പിന്നെ നമ്മൾ കുറച്ച് മുളക് എടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ സിറ്റ്സിൻ്റെ സമൂസ ഷീറ്റായിട്ട് സമൂസ ഉണ്ടാക്കാനൊക്കെ നിന്നു. പിന്നെ നമ്മൾ തേങ്ങ ചിരകി. അങ്ങനെ നമ്മളെ കപ്പ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരവിയതിലേക്ക് മുളകും വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുപയർ നമ്മൾ വേവിച്ചാൻ വെച്ചിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വേവിച്ച് എടുക്കണം. മൂടി വെച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്കതെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചെറുള്ളി നല്ലപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരക്കാനുള്ളത് ഇടാം. തേങ്ങയും നേരത്തെ അരക്കാനുള്ളതൊക്കെ ചെറുജീരകം ഇട്ടോ. ഇനി അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കപ്പ നല്ല രീതിയിൽ ഉടച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല വെള്ളം ചേർത്ത് ഇതാക്കുക. കാരണം ചെറുപയറും കപ്പയും നല്ല വേവുന്ന ഒരു ഇതാണ്, നല്ല കട്ടിയിലാവും. അപ്പോൾ വെള്ളം വേണം. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇനി ഞാനിവിടെ മീനൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്.